സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്നവരെ അറിയണേ, അറിയണേ, ആരാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു? അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയെ കുറിച്ച് നമ്മൾ അറിയണ്ടയോ? ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നബി തങ്ങളുടെ ഓരം പറ്റി നിന്ന അവിടുത്തെയുടെ മഹബത്ത് ലഭിക്കാൻ, അവിടുത്തെയുടെ സ്നേഹം ലഭിക്കാൻ, അവിടുത്തെയുടെ കരുണ കിട്ടാൻ വല്ലാത്ത ആഗ്രഹിച്ച സ്വഹാബിയാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്. നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അബൂ ഉബൈദ എന്ന് പറയുമ്പോൾ തന്നെ നബി തങ്ങൾക്ക് ആനന്ദമാണ്. നബി തങ്ങളുടെ വിശ്വസ്തനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. ഇവർ രണ്ടും കഴിഞ്ഞാൽ വിശ്വസ്തന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത് മുത്തുനബി തങ്ങളെ തിരഞ്ഞെടുത്തതുപോലെ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുനെയാണ് ആ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന നാമകരണം പോലും മുത്തുനബി തങ്ങളെ കൊടുക്കുകയാ. എന്തിന്റെ പേരിലാ? സത്യസന്ധനാ, വിശ്വസ്തനാ. എന്തു കൊടുത്താലും അവിടുന്ന് വളരെ കൃത്യതയോടുകൂടി മുത്തുനബി തങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുത്തുനബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ട്, വിശ്വസിച്ചത് കൊണ്ട്, അമാനത്ത് ഏൽപ്പിച്ച ആളെ കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത ഇഷ്ടമാണ് നബി തങ്ങളോട്. അവിടുത്തെയോടൊപ്പമുള്ള പരമാവധി യുദ്ധങ്ങളിലെല്ലാം അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തെന്ന് മാത്രമല്ല, വല്ലാത്ത മനക്കരുത്ത ധീരയോദ്ധാവാ, വല്ലാത്ത ധീരതയാ. ശത്രുപക്ഷങ്ങളെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് പോരടിക്കുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിന്റെ അരികിലൂടെ കടന്നു പോകാൻ പോലും ശത്രുക്കൾ വല്ലാതെ വിഷമിച്ചു പോയ അവസരങ്ങളുണ്ട്. ബദറിന്റെ രണാങ്കളത്തിൽ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റേതാവുന്ന ഇടപെടലിനെ കുറിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാതെ രേഖപ്പെടുത്തി പോയേ അബൂ ഉബൈദയുടെ ബദറിന്റെ രണാങ്കളത്തിലുള്ള സംഭവമുണ്ടല്ലോ, അത് വല്ലാതെ ഓർമ്മപ്പെടുത്തപ്പെടുകയാ. അവിടുത്തെ ഇടപെടല് ചരിത്രത്തിൽ തുല്യതയില്ലാതെ രേഖപ്പെടുത്തിപ്പിച്ചു പോയേ. എന്തുകൊണ്ടെന്നറിയുമോ? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു തന്റെ വാൾപ്പയറ്റിന് വേണ്ടി ശത്രുക്കളെ മുഴുവനും തച്ചു താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാ. ആ സമയത്തോ തന്റെ മുന്നിലൂടെ ഒരു കുതിരപ്പടയാളി ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പലപ്പോഴും ആ കുതിരപ്പടയാളി എന്റെ മുന്നിൽ വന്ന് വീഴല്ലേ, എന്റെ വാൾപ്പയറ്റിന്റെ മുന്നിൽ വന്ന് വീഴല്ലേ എന്ന് വല്ലാതെ അബൂ ഉബൈദ ആഗ്രഹിച്ചു പോയി, വല്ലാതെ ആഗ്രഹിച്ചു പോയി. പലപ്പോഴും പറഞ്ഞു പിന്മാറണേ, പിന്മാറണേ. കേട്ടില്ല, കേട്ടില്ല. ഹബീബായ മുത്തുനബി തങ്ങളുടേതാകുന്ന തലയെടുത്ത് കളയാൻ ആ കുതിരപ്പടയാള് വീണ്ടും വീണ്ടും വന്നെടുത്തപ്പോൾ വേണ്ട വേണ്ട പറഞ്ഞു നോക്കി കേട്ടില്ലല്ലോ. അവസാനം അതാ കുതിരപ്പടയാളിയുടെ തലയെടുത്തുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളുടെ മുന്നിൽ കൊണ്ട് വെച്ച് വെക്കുകയാണ്. ആരുടെ തലയാണ് എടുത്തതെന്നറിയുമോ? എന്റെ കോവള മുസ്ലിം ജമാഅത്തിന്റെ അങ്കണത്തിൽ വന്ന് നിന്നുകൊണ്ട് ഈ സമയത്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, ബദറിന്റെ രണാങ്കളത്തില് അവിടുന്ന് തലയെടുത്ത് കൊണ്ടുവന്ന ആരുടെ എന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഉപ്പയാ. വളർത്തി വലുതാക്കിയ സ്വന്തം ഉപ്പ പോലെ ആദർശത്തിനെതിരെ പോരാടിയപ്പോൾ, ആദർശത്തിനെതിരെ അവിടുന്ന് നിലകൊണ്ടപ്പോൾ പലപ്പോഴും പറഞ്ഞു മാറി നിൽക്കാൻ കേട്ടില്ലല്ലോ. മുത്തുനബി തങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ, ഹബീബായ തങ്ങളുടെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ തന്റെ വാൾപ്പയറ്റിന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് പോലും രക്ഷ കൊടുത്തില്ല. ഉപ്പയെ പോലും മറന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തിന്റെ കനക കൊട്ടാരം തീർക്കുകയാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്
റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഉപ്പയാണെന്ന് പോലും നോക്കാതെ ഇസ്ലാമിന് വേണ്ടി, ഹക്കിന്റെ മാർഗത്തിന് വേണ്ടി, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പോലും അവതരിച്ചല്ലോ. സൂറത്തുൽ മുജാദലയുടെ അവസാനത്തെ സൂക്തമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, എന്റെ മുഹിബ്ബീങ്ങളെ, നിങ്ങൾക്ക് ആശങ്ക വന്നുപോയോ? യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയുടെ തലയെടുക്കാൻ എങ്ങനെയാ സാധിക്കുക? തനിക്ക് ജീവൻ കൊടുത്ത ഉപ്പയല്ലയോ? ആ ഉപ്പയ്ക്ക് വേണ്ടിയെങ്കിലും മാറി നിന്നുകൂടായിരുന്നോ? എന്തിനാണ് തലയെടുത്തുന്നെങ്കിൽ ആശങ്കപ്പെടുന്നെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞു തരികയാ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിറ യുഅദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞു തരുകയാ, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. കോവളം ജമാഅത്തിന്റെ പരിസരത്ത് വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, എന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഏതുവരെ എന്നറിയുമോ? അള്ളാഹുവിനോടും ദീനിനോടും മുത്തുനബി തങ്ങളോടും ശത്രുത വെച്ച് പുലർത്തുന്നതാകുന്ന ആളുകള് അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മുത്തുനബി തങ്ങളെ വേണ്ട എന്ന് പറയുന്ന, മുത്തുനബി തങ്ങളുടെ മൗലിദ് വേണ്ടെന്ന് പറയുന്ന, ആ നബിതങ്ങളെ തേജോവധം ചെയ്തു കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവരോട് മഹബത്ത് വെച്ചു പോയാൽ നിങ്ങളൊരു യഥാർത്ഥ മുഅ്മിനാവുകയില്ല പ്രിയപ്പെട്ടവരെ. അവിടുന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എത്രത്തോളം ആഴത്തിലത് സമർപ്പിച്ചു എന്ന് നോക്കണേ. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അത് തന്റെ പ്രിയപ്പെട്ട പിതാവായി കൊള്ളട്ടെയോ, അത് തന്റെ പ്രിയപ്പെട്ട മക്കളാകട്ടെയോ, പ്രിയപ്പെട്ട സഹോദരങ്ങളാകട്ടെ, കുടുംബത്തിൽ ഉറ്റവരാകട്ടെ, ഉടയവരാകട്ടെ, എത്ര വലിയ ബന്ധുമിത്രാദികളും ഉറ്റവരും ഉടയവരുമാണെങ്കിൽ പോലും അവിടുത്തെ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. ഉപ്പയായാലും ഉമ്മയായാലും കുടുംബമായാലും അള്ളാഹുവിനെയും റസൂലിനെതിരെ നിലകൊണ്ടാൽ, ശത്രുത വെച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടിക്കഴിഞ്ഞാൽ, അങ്ങനെ പോരാടുന്നവരോട് സ്നേഹം വെച്ചാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു തആല മുത്തുനബി തങ്ങളെ വധിക്കാമെന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് നോക്കാതെ തലയെറുത്തുകൊണ്ട് മുത്തുനബി തങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചത് അവരുടെ ഈമാൻ അത്ര വലുതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ നിർത്തുന്നില്ലല്ലോ. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനോട് മഹബത്ത് വെച്ചുകൊണ്ട് കുടുംബത്തൊക്കെ പോലും ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയങ്ങളിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഈമാൻ ഒരുക്കി വെച്ചത്. ഈമാൻ സ്ഥിരപ്പെടുത്തി കൊടുത്തുപോയ അവരുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ ഈമാൻ സ്ഥിരപ്പെടുത്തി കൊടുത്തുപോയ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്നതാ. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു തആല നിരാശ വേണ്ട, ആകുലപ്പെടേണ്ടതില്ല. പടച്ചറബിന്റെ സാന്ത്വന വചനങ്ങളാ അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് ശക്തിപ്പെടുത്തുന്നതാണ്. ഈമാനിന്റെ പർദീസ് അവിടെ ഹൃദയങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അക്കൂട്ടരാണ് യഥാർത്ഥ ഈമാനുള്ളവര്, അവരാണ് അല്ലാഹുവിന്റെ നൂറ് നേടിയെടുത്തവര്. ويدخلهم جنات تجري من تحتها الأنهار. അവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അരുവികൾ ഒഴുകുന്ന നല്ല സ്വർഗീയമാകുന്ന മണിമാളികകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയാ. വിശ്വാസത്തിന് വേണ്ടി പോരാടിയവരെ കുറിച്ച് പറഞ്ഞു തരികയാ. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിന്റെ പുഴകളിൽ പരിലാളിക്കാൻ പരിലസിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഈമാനുള്ളവർ
വിജയമുള്ളവർക്കാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അക്കൂട്ടരാണ് അല്ലാഹുവിന്റെ സംഗമ, അവരാണ് അല്ലാഹുവിന്റെ സംഗമ. അറിയണേ, അലാ ഇന്ന ഹിസ്ബല്ലാഹ്, അല്ലാഹുവിന്റെ സംഘമുണ്ടല്ലോ, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, പടച്ച റബ്ബിന് വേണ്ടി നിലകൊണ്ട ഈ സംഘമുണ്ടല്ലോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികള്, അവരാണ് വിജയിച്ചവര്, അവർക്കാണ് യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ.